എല്ലാവർക്കും നമസ്കാരം. നെക്സ ടൈൽസിന്റെ രണ്ടാമത്തെ ഷോറൂം ഈ വരുന്ന ഫെബ്രുവരി 17 ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് മുനാവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ആഘോഷവേളയിൽ ഞാനും ജോയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഉണ്ടാവുക. മാത്രമല്ല നിങ്ങളെയൊക്കെ കാത്ത് ഒരുപാട് സമ്മാനങ്ങൾ ഇരിപ്പുണ്ട്. നമുക്കിതൊക്കെ അടിപൊളിയാക്കാം. അപ്പോൾ നെക്സ ടൈൽസ് നിലമ്പൂർ റോഡ് വണ്ടൂര്. ശസ്ത്രക്രിയയിലെ പിഴവ് യുവതിക്ക് വനിതാ കമ്മീഷൻ നിയമസഹായം നൽകും. ആശുപത്രിക്കും ഡോക്ടർമാർക്കുമെതിരെ നിയമ നടപടി ശുപാർശ. ശസ്ത്രക്രിയയിലെ പിഴവ് മൂലം ജീവിതം വഴിമുട്ടിയ എടക്കര സ്വദേശിനിക്ക് നിയമസഹായം വാഗ്ദാനം ചെയ്ത് കേരള വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണി. ഒരു വർഷം മുൻപാണ് എടക്കര സ്വദേശിനിയായ യുവതി മലപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഗർഭപാത്രം നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയ്ക്ക് വിധേയയായത്. തുടർന്ന് മുറിവുണങ്ങാതിരിക്കുകയും ശാരീരികമായ മറ്റു പ്രയാസങ്ങൾ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് യുവതി വനിതാ കമ്മീഷനെ സമീപിച്ചത്. ഓപ്പറേഷനിലെ പിഴവ് പരിഹരിക്കാൻ രണ്ടാമതും മൂന്നാമതും ശസ്ത്രക്രിയ നടത്തിയെന്നും യുവതി ആരോപിച്ചു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ജില്ലാതല അദാലത്തിൽ ഈ പരാതി പരിഗണിച്ചു. പരാതിയിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറോട് റിപ്പോർട്ട് തേടിയിരുന്നു. റിപ്പോർട്ടിൽ ശസ്ത്രക്രിയയിൽ പിഴവ് സംഭവിച്ചെന്ന കണ്ടെത്തലിനെ തുടർന്ന് ആശുപത്രിക്കും ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർക്കുമെതിരെ നിയമ നടപടിക്ക് വനിതാ കമ്മീഷൻ അംഗം ശുപാർശ ചെയ്തു. യുവതിക്ക് ആവശ്യമായ നിയമസഹായം നൽകുമെന്നും വനിതാ കമ്മീഷൻ അംഗം പറഞ്ഞു. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നടന്നൊരു സർജറിയുടെ പിഴവ് മൂലം ഒരു സ്ത്രീ അവശത അനുഭവിക്കുന്ന ഒരു സ്ത്രീയുടെ പരാതി നമുക്ക് ഇവിടെ കമ്മീഷൻ മുൻപാകെ നേരത്തെ കിട്ടിയിരുന്നതാണ്. കഴിഞ്ഞ വർഷമാണ് ആ സർജറി നടന്നത്. യൂട്രസ് റിമൂവ് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് ആ സ്ത്രീ അതിൽ പിഴവ് മൂലം ആ സ്ത്രീ ഇപ്പോഴും നന്നായിട്ട് യൂറിൻ സമയത്തല്ല വിചാരിക്കാത്ത സമയങ്ങളിൽ യൂറിൻ പോയിക്കൊണ്ടിരിക്കുകയും ഇപ്പോഴും അതിൻ്റെ മുറിവ് ഉണങ്ങാത്ത ഒരു സാഹചര്യമുണ്ട്. അന്ന് നടന്ന സർജറിക്ക് ശേഷം ആ സർജറിയിലെ പിഴവ് ആണെന്ന് മനസ്സിലാക്കി ഡോക്ടർ 2 പ്രാവശ്യം കൂടി സർജറി ചെയ്യേണ്ടി വന്നു എന്നാണ് അറിഞ്ഞത്. എന്തായാലും ആ സ്ത്രീ ഇവിടെ വന്നിരുന്നു. അവർക്ക് ഇവിടെ എത്താൻ സാധിച്ചില്ല. അവർ താഴെ എത്തിയതിന് ശേഷം നമ്മളെ അറിയിച്ചു. ഞങ്ങൾ അവിടെ ചെന്നവരെ കേൾക്കാണ് ഉണ്ടായത്. അപ്പം അതിന് മുൻപായിട്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മൾ മെഡിക്കൽ ഓഫീസർക്ക് അതിൻ്റെ ഒരു എൻക്വയറിയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിന്മേൽ ഹോസ്പിറ്റലുകാർക്കും ഡോക്ടർക്കും സർജറി നടത്തിയ ഡോക്ടർക്കും ഹോസ്പിറ്റലിനും പിഴവ് പറ്റിയെന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ അത് കേസ് ഫയൽ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് അവരോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. എന്തായാലും അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലം പോലെ അവർക്കൊരു തിരിച്ചറിവ് ഒരുപക്ഷെ അസാധ്യമാണെന്നാണ് തോന്നുന്നത്. അവർക്ക് 22 വയസ്സുള്ള ഒരു മകൻ ബാർബർ ഷോപ്പിൽ പോകുന്ന എന്തുമാത്രം വരുമാനം ഉണ്ടാകുമെന്ന് അറിയാലോ. വളരെ തുച്ഛമായിട്ടുള്ള പണിക്ക് പോകുന്ന ആ കുട്ടിയാണ് അവരിപ്പോൾ നോക്കുന്നത്. അവർ വീട്ടുവേല ചെയ്ത് ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീയാണ്. വീട്ടുജോലി എടുത്താണ് മൂത്ത മോളെ വിവാഹം ചെയ്തയച്ചത്. ഇപ്പൊ ഈ കുട്ടിയെ നോക്കുന്നതിനോ അതല്ലെങ്കിൽ വാടക കൊടുക്കുന്നതിനോ സ്വന്തമായിട്ടൊരു ജോലി ചെയ്യുന്നതിനോ പറ്റാത്തൊരവസ്ഥയുണ്ട്. വളരെ ദയനീയമായിട്ടുള്ളൊരു കാഴ്ചയാണ്. എന്തായാലും വനിതാ കമ്മീഷൻ ലീഗൽ സഹായവേദി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള സേവനം കൊടുക്കണമെന്നും അതിന് എത്രത്തോളം മുന്നോട്ട് പോയിട്ട് അവർക്ക് എന്തുമാത്രം ആനുകൂല്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കാമോ അത് ചെയ്യണമെന്നുള്ളത്. എന്തായാലും പിഴവ് മെഡിക്കൽ DMOയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അത് കേസാക്കും. അത് ഫയൽ ചെയ്യാനായിട്ട് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ട് തോന്നുന്നത്. ജില്ലാതല അദാലത്തിൽ 11ഓളം പരാതികൾ തീർപ്പാക്കി. പരാതികളിൽ ഭൂരിഭാഗവും ഗാർഹിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു. പരിഗണനയ്ക്ക് വന്ന 42 പരാതികളിൽ 5 കേസുകൾ തുടർ നടപടികൾക്കായി പോലീസിന് കൈമാറി. 26 കേസുകൾ അടുത്ത അദാലത്തിലേക്ക് മാറ്റി. അഡ്വക്കേറ്റ് ബീന കരുവാത്ത്, അഡ്വക്കേറ്റ് ഷീന, കൌൺസിലർ ശ്രുതി നാരായണൻ, വനിതാ സംരക്ഷണ ഓഫീസർ TM ശ്രുതി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds. Most trusted gold. PAK Gold and Diamonds. ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ. റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ, വണ്ടൂർ, വാണിയമ്പലം.